ചില കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും അവരൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ ജെയിൻ എന്ന് പറയുന്ന ഗൃഹനാഥന് സംഭവിച്ചതുപോലെയുള്ള ദുരന്തമായിരിക്കും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂഡൽഹിയിൽ നടന്ന ഒരു സംഭവമാണ് 2017. ഈ ജെയിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു പ്ലേ സ്കൂളൊക്കെ നടത്തുകയാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ളൊരു വ്യക്തിയാണ്, ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ പ്രീതി എന്നാണ് പേര്. രണ്ടു പേർക്കും ഒരു 40-നോടടുത്ത് പ്രായവുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ലേറ്റായിട്ട് മാരേജ് കഴിഞ്ഞതാണ്. പ്രീതി അവിടെയുള്ള ഒരു ഹൈസ്കൂളിൽ ടീച്ചറാണ്. നല്ല ശമ്പളം പ്രീതിക്കുമുണ്ട്. ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീക്കെൻഡിലൊക്കെ ടൂറൊക്കെ പോയി അടിച്ച് പൊളിച്ച് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം രാവിലെ പ്രീതി എഴുന്നേറ്റ് നോക്കുമ്പോൾ ജെയിൻ എഴുന്നേറ്റിട്ടില്ല. ജെയിൻ ഇങ്ങനെ കിടന്നുറങ്ങുക തന്നെയാണ്. സാധാരണ അദ്ദേഹം 5:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. അതിനുശേഷം എക്സസൈസൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഇട്ട് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കും. അത്രത്തോളം സ്നേഹമുള്ള ഒരു ഭർത്താവാണ്. ഏതായാലും എന്തോ അസുഖം കാരണം ഇല്ലെങ്കിൽ ഒരു സുഖമുണ്ടാവില്ല എന്നൊക്കെ കരുതി പ്രീതി അദ്ദേഹത്തെ വിളിക്കാനൊന്നും പോയില്ല. നേരെ താഴേക്ക് വന്നു ഒരു ചായയൊക്കെ ഇട്ടിട്ട് വിളിക്കാം എന്നുള്ള തരത്തിൽ. താഴെ വരുമ്പോഴാണ് പ്രീതിക്ക് മനസ്സിലായത് താഴെയുള്ള റൂമിലൊക്കെ ഒരു അലങ്കോലമായിരിക്കുന്നു. മൊത്തത്തിൽ ഒരു കള്ളൻ വന്നിട്ട് ഇവിടെ എന്തോ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയതുപോലെ ഒരു ഫീൽ ചെയ്യുന്നു. അപ്പോൾ തന്നെ അവർ ലൈറ്റിട്ട് നോക്കുമ്പോൾ സംഭവം ശരിയാണ്. റൂമിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോയിട്ട് ജെയിനെ തട്ടി വിളിച്ചു. പക്ഷേ ജെയിൻ ഉണരുന്നില്ല. ജെയിൻ അബോധാവസ്ഥയിലാണ്. പ്രീതിക്ക് പെട്ടെന്ന് ഭയമായി. തൊട്ടടുത്ത് താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അനുജനുണ്ട്. ഈ ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അനുജൻ രാഹുൽ അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ പോലീസിലും വിവരം അറിയിച്ചു. രാഹുലാണെങ്കിൽ നേരെ ആംബുലൻസിന് ഫോൺ ചെയ്തു. രണ്ടുപേരും കൂടിയിട്ട് താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റി ഈ ജെയിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ എത്തിയ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം മരിച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ പോലീസും അവിടെ എത്തി. പോലീസുകാർ ഈ മൃതദേഹം പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്തത്. പോലീസുകാർ നേരെ ഈ വീട്ടിൽ വരികയും ഇവിടെ പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ നിന്നും സ്വർണവും പണവും ഒന്നും പോയിട്ടില്ല. അവിടെ നിന്നും ആകെ പോയത് ഒരു ചെറിയ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണുമാണ്. അപ്പോൾ പോലീസുകാർക്കൊരു സംശയമായി. ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെയിൻ്റെ ലാപ്ടോപ്പാണ്. അതിൻ്റെ അകത്ത് ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും രേഖയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്തു. ഭാര്യയോട് ചോദിച്ചു ഇദ്ദേഹത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഭാര്യ പറഞ്ഞു എൻ്റെ അറിവിൽ ഇദ്ദേഹത്തിന് ഒരു ശത്രുക്കളുമില്ല, ബിസിനസ് പരമായിട്ടും ശത്രുക്കളില്ല. അനുജനോട് ചോദിച്ചപ്പോഴും അനുജനും അത് തന്നെയാണ് പറയുന്നത്. ചേട്ടൻ നല്ലവനാണ്, ഒരു പ്രശ്നവുമില്ല, ആരോടും ഒരു വഴക്കിനോ ഒന്നിനും പോകാത്ത, ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജെയിൻ എന്നാണ് അനുജനായ രാഹുലും പറഞ്ഞത്. ഏതായാലും പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവരത് സംസ്കരിച്ചു. അപ്പോഴേക്കും പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടി. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് ഇദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെ ഇതുമുണ്ട്, മയക്കു ഗുളിക കൊടുത്തിരിക്കുന്നത് മരിക്കുന്നതിന് മുന്നേ. ഏതായാലും ഭാര്യയെ തന്നെയാണ് പോലീസിന് സംശയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കിടന്ന ഭാര്യയാണ്. ഇദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടും കൂടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. ഏതായാലും ഭാര്യയെ ചോദ്യം ചെയ്തു. ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴേ പോലീസ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഭാര്യ ഒരു ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ ഒരു ചാവി പുറത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നു, ആ ചാവി കൊണ്ടായിരിക്കാം കള്ളൻ ഇത് തുറന്ന് ഇതൊക്കെ എടുത്തു കൊണ്ടുപോയത് എന്ന് പോലീസ് ചോദിക്കാതെ തന്നെ ഈ ഭാര്യ പ്രീതി പറയുകയാണ്. ഏതായാലും പോലീസിന് മനസ്സിലായി പ്രീതി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതി എന്ന്. പോലീസ് പക്ഷേ ഇത് പുറത്തൊന്നും കാണിച്ചില്ല. ഏതായാലും നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അവരെല്ലാത്തിനും മറുപടി പറഞ്ഞു. പിന്നെ രാഹുലിനെ ചോദ്യം ചെയ്തു. അദ്ദേഹവും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും പ്രതിയിലേക്കൊന്നും പോയില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പോലീസുകാർ പ്രീതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രീതി എല്ലാ സത്യങ്ങളും അങ്ങനെ തത്ത പറയുന്നത് പോലെ പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് ജെയിൻ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകും. പ്രീതിക്കാണെങ്കിൽ ഏകദേശം ഒരു 9 മണി 9:30 ആകുമ്പോൾ പോയാൽ മതി. പക്ഷേ ഈ 7 മണിയോട് കൂടിയിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജെയിൻ്റെ അനുജൻ
രാഹുൽ നേരെ വീട്ടിലേക്ക് വരും. എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും. അവിടെ വന്ന് ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചേട്ടത്തി അമ്മയെ ഒന്ന് തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യും. പക്ഷേ പ്രീതി ഇതൊന്നും കാര്യമാക്കാറില്ല. കാരണം 30 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ രാഹുൽ എന്ന് പറയുന്ന പയ്യന്. ഈ പ്രീതിക്കാണെങ്കിൽ 40 വയസ്സിനടുക്കിയുണ്ട്. അതുമാത്രവുമല്ല, ചേട്ടൻ്റെ ഭാര്യയാണ്, അമ്മയുടെ സ്ഥാനമാണ് എന്നൊക്കെ പ്രീതിക്കറിയാം. അതുകൊണ്ട് ഈ തട്ടലും മുട്ടലും ആദ്യമൊന്നും പ്രീതി കാര്യമാക്കിയില്ല. എന്നാൽ രാഹുലിൻ്റെ മനസ്സിൽ ഇവർ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു ചേട്ടത്തെ അമ്മയായിട്ടോ ഒന്നും കാണുന്നില്ല. ഒരു കാമിനി, ഒരു കാമുകിയെ മാത്രമാണ് രാഹുൽ കാണുന്നത്. ഈ തട്ടലും മുട്ടലും ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ പ്രീതിക്ക് മനസ്സിലായി ചെറുക്കന് ഈ രാഹുലിന് എന്നിൽ എന്തോ ഒരു മോഹമുണ്ട്. അങ്ങനെ പ്രീതിയുടെ മനസ്സും അങ്ങ് മാറാൻ തുടങ്ങി. ഏതായാലും രണ്ടുപേരും കൂടിയിട്ട് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും തുടങ്ങി എന്നുള്ളതാണ്. പല സമയങ്ങളിലും ഇവർ പല ഹോട്ടലുകളിലും ലോഡ്ജുകളിലും വരെ പോയി എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് തന്നെ ആയാൽ ഇനി ജെയിൻ എന്തെങ്കിലും ഒരു സംശയം വേണ്ട. ഒരു ദിവസം ജെയിൻ പെട്ടെന്ന് സ്കൂളിൽ നിന്നും വന്നപ്പോഴേ രാഹുൽ എവിടെയുണ്ട്, രാഹുലിനെ എവിടെ കണ്ടപ്പോഴേ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് അനുജനോട് വർത്താനൊക്കെ പറഞ്ഞു. അനുജൻ അപ്പോഴങ്ങോട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ജെയിൻ ചോദിച്ചു, എന്തിനാണ് ഞാനില്ലാത്തപ്പോൾ ഇവൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രീതി പറയുകയാണ്, നമ്മുടെ അനുജനല്ലേ, അവൻ വന്നോട്ടെ, അവൻ ഇവിടുന്ന് ആഹാരം കഴിച്ചോട്ടെ, അവൻ്റെ ഭാര്യയുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറയുമ്പോഴേ ജെയിൻ വിചാരിച്ചു, എൻ്റെ കുടുംബത്തോട് എന്ത് സ്നേഹമാണ് എൻ്റെ ഭാര്യയ്ക്ക്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജെയിനോട് ഒരു സുഹൃത്ത് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയെയും അനുജനെയും ഞാനൊരു ലോഡ്ജിൽ വെച്ച് കണ്ടിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇതിപ്പോഴൊന്നും പോയി ചോദിക്കണ്ട, നിങ്ങൾ സാവധാനം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി എന്നാണ് ഈ കൂട്ടുകാരൻ പറഞ്ഞത്. അദ്ദേഹം വീട്ടിൽ വന്നു ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. പക്ഷേ ഒരു ദിവസം ഇദ്ദേഹം വന്നപ്പോൾ പിന്നെയും രാഹുൽ അവിടെ തന്നെയുണ്ട്. അന്ന് രാഹുലിനോട് പറഞ്ഞു, ഇനി ഞാനില്ലാത്തപ്പോൾ താൻ ഇവിടെ വരാൻ പാടില്ല, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുമായി നീ മിണ്ടാൻ പാടില്ല, അവരെ കാണാനും പാടില്ല, അവരെ ഫോൺ ചെയ്യാൻ വരെ പാടില്ല എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോഴേ പ്രീതി ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താണ് മനുഷ്യ ഈ പറയുന്നത്, അത് നമ്മുടെ അനുജനല്ലേ, നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു, അകത്തു പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഏതായാലും അനുജനെ അവിടെ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ജീവിതമൊക്കെ പഴയതുപോലെ തന്നെയായി, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയി ജെയിൻ്റെയും പ്രീതിയുടെയും. ഈ രാഹുൽ വീണ്ടും പ്രീതിയെ ഫോൺ ചെയ്യുകയാണ്, എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പ്രീതിക്കും അങ്ങനെ തന്നെയാണ്, രാഹുലിനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഇതിനെന്താണ് ഒരു വഴി? കാരണം പുറത്തു പോയിട്ട് ഇപ്പോൾ ഹോട്ടലിൽ പഴയ പോലെ റൂം എടുക്കാൻ കഴിയില്ല, അതുപോലെ വീട്ടിൽ വരാനും കഴിയില്ല. എന്താണ് ഇതിനൊരു വഴി എന്ന് ഇങ്ങനെ ഇവർ അന്വേഷിച്ചപ്പോഴേ ഇവർ പറഞ്ഞു, അതിൽ രാഹുൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, സഹോദരനെ അങ്ങ് ഒഴിവാക്കാം. എങ്ങനെയെന്ന് പ്രീതി ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ ഒഴിവാക്കിക്കോളാം എന്ന് പറയുകയും രാഹുൽ അതിനു വേണ്ടിയിട്ട് ആളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് രാഹുലിൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച വിജയ് എന്നു പേരുള്ള ഒരു കൂട്ടുകാരനുണ്ട്. അവൻ സാമ്പത്തികപരമായിട്ട് എന്നും പരാധീനയാണ്, ഗ്രൂപ്പിൽ എന്നും കരച്ചിലാണ്. കാരണം അവൻ്റെ വീട് ജപ്തിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നും കരച്ചിലാണ്. കാര്യമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഒന്നും ഈ വിജയ്ക്കില്ല. ഏതായാലും വിജയിനെ സമീപിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എത്ര പൈസയാണ് ബാങ്കിൽ അടക്കാനുള്ളത്? വിജയ് പറഞ്ഞു, 1.5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ എൻ്റെ കിടപ്പാടം പോകുന്നു. അപ്പോൾ തന്നെ രാഹുൽ 1.5 ലക്ഷം രൂപ ആ ബാങ്കിൽ കൊണ്ട് അടക്കുകയും വിജയുടെ കിടപ്പാടത്തിൻ്റെ ആധാരം എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ പിന്നെയും ഒരു 50,000 രൂപ കൂടി വിജയിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. വിജയ്ക്ക് സന്തോഷമായി. വിജയ് പറഞ്ഞു, എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് നീയാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിജയ് ഈ രാഹുലിൻ്റെ അടിമയായി മാറാൻ തുടങ്ങി. രാഹുൽ പറഞ്ഞു, നിന്നെക്കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, അതായത് എൻ്റെ ഒരു സഹോദരനെ തീർത്ത് തരണം, അതിന് നിൻ്റെ ഇത് വേണം, കാരണം സഹോദരനായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും വിജയ്ക്ക് ഈ വീടിൻ്റെ താക്കോല് കൊടുക്കുകയും വിജയോട് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ദിവസം വിജയ് വന്നു. അതിന് മുന്നേ തന്നെ ഊണിൻ്റെ അകത്ത് ഗുളിക ഈ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. 3 മണിയോട് കൂടിയിട്ടാണ് വിജയ് വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ വാതിൽ തുറന്നു കൊടുത്തത് ഈ പ്രീതി തന്നെയാണ്. അതിനുശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ പോയി ഇദ്ദേഹത്തെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം താഴെ പോയി എല്ലാം വലിച്ചു വാരിയിടുകയും രാഹുൽ പറഞ്ഞു, ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്ക്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഈ സ്വർണവും പണവും വിജയ്ക്ക് കൊടുത്തുവിടാൻ ഈ രാഹുലിനും പ്രീതിക്കും ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അതും കൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ അതും പോയി നമുക്ക് ഇല്ലാതാകില്ല എന്നുള്ള ഒരു ഇതിൽ അവിടെയുള്ള ഒരു പഴയ ലാപ്ടോപ്പും ചെറിയൊരു മൊബൈൽ ഫോണും മാത്രം കൊടുത്തു വിടുകയും ഇവനെ കൊണ്ട് തന്നെ ആ ഒരു
റൂം അലങ്കോലമാക്കാൻ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവൻ അതുപോലെ ചെയ്തു, വിജയ് അതുപോലെ ചെയ്തതിന് ശേഷം ഇവൻ വളരെ ദൂരത്തേക്ക് പോയിട്ട് താമസിക്കാൻ തുടങ്ങി. കാരണം ഇവൻ്റെ വീട്ടിലൊന്നും പിന്നെ ഇവൻ പോയിട്ടില്ല. ഏതായാലും ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് രാഹുൽ പറഞ്ഞത്. അങ്ങനെ രാഹുലിനെയും പ്രീതിയെയും അറസ്റ്റ് ചെയ്ത പോലീസ് പിന്നീട് വിജയിയെ പോയിട്ട് അറസ്റ്റ് ചെയ്യുകയും 3 പേരും കുറ്റം സമ്മതിക്കുകയും 3 പേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കുടുംബമായിരുന്നു. ഇപ്പോൾ വിജയിൻ്റെ ഭാര്യയും മക്കളും അനാഥരായി, അതുപോലെ തന്നെ ഈ രാഹുലിൻ്റെ ഭാര്യയും മക്കളും അനാഥരായി. ഈ പ്രീതി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ്. അവരെ ബന്ധുക്കൾക്ക് വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ട, എല്ലാവരും ഒരു പുച്ഛത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബന്ധം മറന്നിട്ട് ചെയ്യുന്ന പല പ്രവൃത്തികൾ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ്. ഇതുപോലെയുള്ള ഒരാളുടെ മരണത്തിലേക്ക് വരെ നയിച്ച ഒരു സംഭവമാണിത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടുക, ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.